ആദ്യമായിട്ട് ഹാൻഡ് ഗ്രൂവേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, എ ഗ്രൂവർ മെയ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദിസ് ടൂൾ ടു ദ റിക്വയർഡ് വിഡ്ത്ത് ആൻഡ് ഡെപ്ത്, വിച്ച് ടൂൾ ഇസ് ദിസ്? അതായത് ഷീറ്റ് മെറ്റൽസ് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണിത്. അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് ഇതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ബോട്ടം സൈഡിൽ ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിന് ഒരു റിക്വയർഡ് വിഡ്ത്തും ഡെപ്തും കാണും. ആ ഗ്രൂവിനകത്ത് വെച്ചാണ് നമ്മൾ ഷീറ്റിനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അതിൻ്റെ പേരെന്തെന്നാണ്? ഉത്തരം ഹാൻഡ് ഗ്രൂവർ എന്നാണ്. ഹാൻഡ് ഗ്രൂവർ. ചോദ്യം, ഹൗ ടു സ്പെസിഫൈ എ ഹാൻഡ് ഗ്രൂവർ? ഒരു ഹാൻഡ് ഗ്രൂവറിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്നാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിലെ ഗ്രൂവിൻ്റെ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ ആണല്ലോ? അതിനൊരു വിഡ്ത്തും ഡെപ്തും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ സൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹൗ ടു കാൽക്കുലേറ്റ് ദ ഫോൾഡ് സൈസ് ഇൻ എ ഗ്രൂവ് സീം? അതായത് ഈ ഹാൻഡ് ഗ്രൂവറിലെ ഫോൾഡ് സൈസ് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നാണ്. അതിന് ഇക്വേഷൻ ഉണ്ട്, അറിഞ്ഞിരിക്കുക. ഉത്തരം ഇതാണ്, വിഡ്ത്ത് ഓഫ് ദ ഗ്രൂവ് മൈനസ് 3 ഇൻറ്റു തിക്നെസ് ഓഫ് ദ ഷീറ്റ്. അതായത് ഗ്രൂവിന് ഒരു വിഡ്ത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ വിഡ്ത്തിൽ നിന്നും നമുക്ക് ഏത് ഷീറ്റാണോ മടക്കിയെടുക്കേണ്ടത് ആ ഷീറ്റിൻ്റെ തിക്നെസ്സിൻ്റെ 3 മടങ്ങ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഫോൾഡ് ഇൻ സൈസ് കിട്ടും. ഓക്കെ ആണല്ലോ? അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ റിവെറ്റിംഗ് ടൂൾസിലോട്ട് പോവാണ്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ബ്രിങ്ങിങ് ദ ഷീറ്റ് മെറ്റൽ ക്ലോസ്ലി ടുഗദർ ആഫ്റ്റർ ഇൻസെർട്ടിംഗ് ദ റിവെറ്റ് ഇൻ ദ ഹോൾ. അതായത് 2 ഷീറ്റുകളെ നമുക്ക് ഒരുമിച്ച് ചേർക്കണം റിവെറ്റിംഗ് ചെയ്ത്. അതിനുവേണ്ടി ചെയ്യുന്ന സമയത്ത് റിവെറ്റ് ഹോൾ ഇൻസെർട്ട് ചെയ്യുമല്ലോ. 2 ഷീറ്റിലെയും ഹോളിൽ റിവെറ്റ് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ഏത് ടൂൾ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നതെന്നാണ്. ഷീറ്റിനെ ക്ലോസ്ലി കൊണ്ടുവരാൻ വേണ്ടി ഏത് ടൂളാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ഉത്തരം എന്താണ്? റിവെറ്റ് സെറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? റിവെറ്റ് സെറ്റ്. ചോദ്യം, ഡാഷ് ഈസ് യൂസ്ഡ് ടു ദ ഫൈനൽ ഷേപ്പ് ഓഫ് ദ റിവെറ്റ് ഡ്യൂറിംഗ് റിവെറ്റിംഗ്. റിവെറ്റിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഉപകരണം ഏതെന്നാണ്? ഏതാണ്? സ്നാപ്പ് ആണ്. ഉത്തരം സ്നാപ്പ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ഡാമേജ് ടു ദ ഷേപ്പ് ആൻഡ് ടു സപ്പോർട്ട് ദ റിവെറ്റ് ഹെഡ്. അതായത് റിവെറ്റ് ഹെഡിനുണ്ടാകുന്ന ഡാമേജ് തടയാനും അതിന് സപ്പോർട്ടും കൊടുക്കുന്ന ഉപകരണം ഏതെന്നാണ്? ഏതാണ്? ഡോളിയാണ്. ഉത്തരം ഡോളി. ക്വസ്റ്റ്യൻ, ഡാഷ് ടൂൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ അലൈൻ ദ ഹോൾസ് ടു റിവെറ്റഡ്. അതായത് റിവെറ്റ് ചെയ്യേണ്ട ഷീറ്റുകൾ ഉണ്ടാവും. ആ ഷീറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. ആ ഹോൾസിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണം ഏതെന്നാണ്? ഏതാണ്? ഡ്രിഫ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ? കറക്റ്റായിട്ട് അലൈൻ ചെയ്താലേ നമുക്ക് അതിൽ റിവെറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ, ഡാഷ് ടൂൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ സെറ്റിംഗ് ആൻഡ് ഫോമിംഗ് ദ റിവെറ്റ് ഹെഡ്. അതായത് റിവെറ്റ് ഹെഡ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനും ഫോം ചെയ്യാനും സഹായിക്കുന്ന ഉപകരണം ഏതെന്നാണ്? ഏതാണ്? കമ്പൈൻഡ് റിവെറ്റ് സെറ്റ് ആണ്. ഉത്തരം കമ്പൈൻഡ് റിവെറ്റ് സെറ്റ്. ചോദ്യം, ഡാഷ് ടൂൾ ഹാസ് എ ലിവർ മെക്കാനിസം വിച്ച് എക്സേർട്ട് പ്രഷർ ബിറ്റ്വീൻ ദ ജോസ് വെൻ ദ ഹാൻഡിൽ ഈസ് പ്രസ്ഡ് വൈൽ റിവറ്റിംഗ്. അതായത് ഒരു ഉപകരണമുണ്ട്, അതിൻ്റെ ഹാൻഡിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ലിവർ മെക്കാനിസമാണ് ആ പ്രഷർ അവിടെ കൊടുക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് റിവറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഈ ഉപകരണം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഹാൻഡ് റിവറ്റർ. ഓക്കെ ആണല്ലോ? ഹാൻഡ് റിവറ്റർ. റിവറ്റിംഗ് ടൂൾസിലെ അവസാനത്തെ ചോദ്യം, ഡാഷ് ടൂൾ യൂസ്ഡ് ഫോർ റിവറ്റിംഗ് പോപ്പ് റിവെറ്റ്സ് വിത്ത് ദ ട്രിഗർ മെക്കാനിസം. ട്രിഗർ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് പോപ്പ് റിവറ്റിംഗ് ചെയ്യാനുള്ള സംവിധാനം ഏതാണ്? ഉത്തരം പോപ്പ് റിവറ്റർ ആണ്. ഉത്തരം പോപ്പ് റിവറ്റർ. ചോദ്യം സ്ക്രൂ ഡ്രൈവേഴ്സിനെ പറ്റിയാണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവേഴ്സ് ലൈറ്റ് ഡ്യൂട്ടി ആൻഡ് ഹെവി ഡ്യൂട്ടി? അറിഞ്ഞിരിക്കുക, സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവേഴ്സ് 2 തരത്തിലുണ്ട്. ലൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഹെവി ഡ്യൂട്ടി ഉണ്ട്. ഈ വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് എന്നാണ്. അതായത് ലൈറ്റ് ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഷാങ്കിൻ്റെ ഷേപ്പ് റൗണ്ടും, ഹെവി ഡ്യൂട്ടി ആണെങ്കിൽ അതിൻ്റെ ഷാങ്കിൻ്റെ ഷേപ്പ് സ്ക്വയറുമായിരിക്കും. ഉത്തരം കണ്ടല്ലോ? ഷേപ്പ് ഓഫ് ഷാങ്ക് ആണ്. ക്ലിയർ ആണല്ലോ? ഹൗ ടു സ്പെസിഫൈ എ സ്ക്രൂ ഡ്രൈവർ? ഒരു സ്ക്രൂ ഡ്രൈവറിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്നാണ്. എന്തിൻ്റെയാണ്? ലെങ്ത് ഓഫ് ബ്ലേഡ് ആൻഡ് വിഡ്ത്ത് ഓഫ് ടിപ്പ്. ബ്ലേഡിൻ്റെ ലെങ്ത്തിൻ്റെയും അതിൻ്റെ ടിപ്പിൻ്റെ വിഡ്ത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ക്ലിയർ. ചോദ്യം, നോർമൽ ബ്ലേഡ് ലെങ്ത് ഈസ് ഡാഷ് ടു ഡാഷ്. അതായത് സാധാരണ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ബ്ലേഡ് ലെങ്ത് ഏത് റേഞ്ചിനിടയിലാണ് വരുന്നത് എന്നാണ്. ഉത്തരം 45 to 300 mm. ക്ലിയർ ആണല്ലോ? 45 to 300 mm. ക്വസ്റ്റ്യൻ, നോർമൽ ബ്ലേഡ് വിഡ്ത്ത് ഈസ് ഡാഷ് ടു ഡാഷ്. അതായത് സാധാരണ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ബ്ലേഡ് വിഡ്ത്തിൻ്റെ റേഞ്ച് ഏതിനിടയിലാണ് വരുന്നതെന്നാണ്. ഉത്തരം 3 mm മുതൽ 10 mm വരെ. ക്ലിയർ ആണല്ലോ? ചോദ്യം, ഡാഷ് സ്ക്രൂ ഡ്രൈവർ ആർ യൂസ് ടു വെയർ ലിമിറ്റഡ് സ്പേസ്. ലിമിറ്റഡ് സ്പേസ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് സാധാരണ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ഏത് സ്ക്രൂ ഡ്രൈവറാണ് സാധാരണ ഉപയോഗിക്കുന്നതെന്നാണ്. ഉത്തരം സ്മോൾ സ്റ്റേർഡി സ്ക്രൂ ഡ്രൈവർ. ക്ലിയർ ആണല്ലോ? സ്മോൾ സ്റ്റേർഡി സ്ക്രൂ ഡ്രൈവർ. വേർ ഈസ് യൂസ്ഡ് ഇൻസുലേറ്റഡ് സ്ക്രൂ ഡ്രൈവർ? ഇൻസുലേറ്റഡ് സ്ക്രൂ ഡ്രൈവർ സാധാരണ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. എവിടെയാണ്? ഇലക്ട്രിക് വർക്കിനായിരിക്കുമല്ലോ. ഉത്തരം ഇലക്ട്രിക് വർക്ക്. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ഹാസ് ഫ്ലാറ്റ് ബ്ലേഡ് ആൻഡ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ബൈ കാർപ്പൻറ്റേഴ്സ് ഫോർ ഫിക്സിംഗ് ആൻഡ് റിമൂവിംഗ് വുഡ് സ്ക്രൂ. അതായത് സാധാരണ ഈ സ്ക്രൂ ഡ്രൈവർ കാർപ്പൻറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ബ്ലേഡ് ഫ്ലാറ്റ് ആണ്. ഏതാണ് ആ സ്ക്രൂ ഡ്രൈവർ എന്നാണ്. ഉത്തരം ഏതാണ്? ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ, ലണ്ടൻ പാറ്റേൺ.
ബ്രാക്കറ്റിലുള്ളത് അതിൻ്റെ പേരാണ്, എക്സാക്ട്ലി നെയിമാണ്. ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവറാണ്, ലണ്ടൻ പാറ്റേൺ. അടുത്ത ചോദ്യം, ദീസ് സ്ക്രൂ ഡ്രൈവർ ആർ മെയ്ഡ് വിത്ത് ക്രൂസിഫോം ടിപ്പ്. അതായത് ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ ടിപ്പ് കുരിശ് പോലെയാണ് വരുന്നത് എന്നാണ്, അതായത് സ്റ്റാർ പോലെ നമ്മൾ പറയാറില്ലേ. ഉത്തരം ഏതാണ്? ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവറാണ്. ഉത്തരം ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ. അടുത്ത ചോദ്യം, ദ ഹാൻഡിൽ ഓഫ് സ്ക്രൂ ഡ്രൈവർ ഈസ് പ്രിവെന്റഡ് സം സിറ്റുവേഷൻ വിച്ച് ഈസ് യൂസ്ഡ്. അതായത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ഹാൻഡിൽ തടസ്സമായിട്ട് വരും. അവിടെ നമുക്ക് ഏത് സ്ക്രൂ ഡ്രൈവർ പകരം ഉപയോഗിക്കാമെന്നാണ്. ഉത്തരം ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ. ഓക്കെ ആണല്ലോ, ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ. നമ്മൾ സ്പാനേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റിലോട്ട് പോകണം. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ ഹാൻഡ് ടൂൾ വിത്ത് ജോസ് ഓർ ഓപ്പണിംഗ് ഓർ റിംഗ് അറ്റ് വൺ എൻഡ് ഓർ ബോത്ത് എൻഡ്സ് ഫോർ ടൈറ്റനിങ് ഓർ സ്ലേക്കനിങ് നട്ട്സ് ആൻഡ് ബോൾട്ട്. നട്ടും ബോൾട്ടും തുറക്കാനുള്ള സംവിധാനം ഏതാണ്? സ്പാനറാണ്. ക്ലിയർ ആണല്ലോ, ചോദ്യം വായിച്ച് മനസ്സിലാക്കുക, സ്പാനർ. രണ്ടാമത്തെ ചോദ്യം, സ്പാനർ ഈസ് മെയ്ഡ് ഫ്രം ഡാഷ്. നല്ല ചോദ്യമാണ്. സ്പാനേഴ്സ് നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഡ്രോപ്പ് ഫോർജ്ഡ് അലോയ് സ്റ്റീൽ ഓർ ക്രോം വെനേഡിയം സ്റ്റീൽ. മെറ്റീരിയൽ ആണ് ഡ്രോപ്പ് ഫോർജ്ഡ് അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ ക്രോം വെനേഡിയം സ്റ്റീൽ കൊണ്ടാണ് സ്പാനേഴ്സ് നിർമ്മിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് സ്പാനർ. സ്പാനേഴ്സ് ഏതൊക്കെ തരത്തിലുണ്ടെന്നാണ്. ഉത്തരം ഓപ്പൺ ആൻഡ് സ്പാനർ ആൻഡ് റിംഗ് സ്പാനർ. ഓപ്പൺ ആൻഡ് സ്പാനർ ഉണ്ട്, റിംഗ് സ്പാനർ. ചോദ്യം, there are two types of open end spanner. What are they? Open end spanners രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ് അറിയുന്നതാണ്. സിംഗിൾ എൻഡഡ് ആൻഡ് ഡബിൾ എൻഡഡ്. ഒരു എൻഡിൽ മാത്രം നമുക്ക് സ്പാനറിന്റെ ഹെഡ് വരുന്നതുകൊണ്ട് അതുപോലെ രണ്ട് എൻഡിലും ഹെഡ് വരുന്നതുകൊണ്ട്. ഓക്കെ ആണല്ലോ, സിംഗിൾ എൻഡഡ് ആൻഡ് ഡബിൾ എൻഡഡ്. അടുത്ത ചോദ്യം, ഡബിൾ എൻഡഡ് സ്പാനർ ഈസ് അവൈലബിൾ ഇൻ 8 സെറ്റ്. വാട്ട് ആർ ദേ? ഡബിൾ എൻഡഡ് സ്പാനേഴ്സ് പ്രധാനമായിട്ടും 8 സെറ്റാണ് ഉള്ളത് ഒരുമിച്ച്. ഏതൊക്കെയെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, നിങ്ങളത് വായിക്കുക. ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ, ഇത് മനസ്സിരുത്തി പഠിക്കുക. ഓക്കെ ആണല്ലോ. ഓപ്ഷനിൽ ചിലപ്പോൾ ഏതെങ്കിലും 4 കൊടുത്തിട്ട് ഇതിലില്ലാത്തത് ഏത് അങ്ങനെ വരാം. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ചോദ്യം, റിംഗ് സ്പാനർ ഈസ് അവൈലബിൾ ഇൻ 8 സെറ്റ്. വാട്ട് ആർ ദേ? നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ ചോദ്യമാണ്. റിംഗ് സ്പാനറിൻ്റെ 8 സെറ്റാണ്. ഇതും അറിഞ്ഞിരിക്കുക. ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരാം. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ, ഒന്ന് മനസ്സിരുത്തി പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആർ ദ സ്പെഷ്യൽ ടൈപ്പ് സ്പാനർ. സ്പെഷ്യൽ ടൈപ്പ് സ്പാനേഴ്സ് ഏതൊക്കെയെന്നാണ്. പേരുകൾ അറിഞ്ഞിരിക്കുക. ഒന്നാമത്തത് ട്യൂബുലാർ ബോക്സ് സ്പാനർ. ക്ലിയർ. രണ്ടാമത്തത് സോക്കറ്റ് സ്പാനർ. ഓക്കെ ആണല്ലോ, പേര് ക്ലിയർ ആണല്ലോ. മൂന്നാമത്തത് അഡ്ജസ്റ്റബിൾ സ്പാനർ, എല്ലാവർക്കും അറിയാം. അടുത്തത് സി സ്പാനർ. ക്ലിയർ. ഉത്തരം ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് അതർ നെയിം ഓഫ് സി സ്പാനർ. സി സ്പാനറിന്റെ വേറൊരു പേര് എന്താണ്? ഹൂക്ക് സ്പാനർ എന്നാണ്. വളരെ നല്ല ചോദ്യമാണ്, അറിഞ്ഞിരിക്കുക. ഹൂക്ക് സ്പാനർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.